ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, വചനത്തിൻ്റെ സന്ധ്യയിലേക്ക് കർത്താവിൻ്റെ വലിയ അഭിഷേകം ശ്രദ്ധിക്കുവാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഏതാനും സമയങ്ങൾ കർത്താവിന് തിരുവചനത്തിന് മുമ്പിലായിരിക്കാം. ഇന്ന് മർക്കോസ് വിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 47-ാം തിരുവചനത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുക. മർക്കോസ് വിശേഷം 10-ാം അധ്യായത്തിൽ 46 മുതൽ 52 വരെയും കണ്ണിന് കാഴ്ചയില്ലാത്ത ബർത്തമിയൂസിൻ്റെ കഥ പറയുകയാണ്. ജെറീക്കോയുടെ ഓരത്ത് വഴിവക്കിലിരിക്കുന്ന നിസ്സഹായനായ ഒരു മനുഷ്യൻ. ഞാൻ ഓർക്കുന്നു, മലബാർ എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര പോകുമ്പോൾ ഒരു ഭിക്ഷാടകൻ, അന്ധനാണ്, കാഴ്ചയില്ല, ഈ മനുഷ്യൻ ഭിക്ഷ ചോദിച്ചു വന്നത് ഞാൻ ഓർക്കുകയാണ്. സ്വാഭാവികമായും ഭിക്ഷാടനത്തിന് വരുമ്പോൾ വെറുതെ കൈനീട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗാനങ്ങളൊക്കെ ആലപിക്കുകയോ ചെയ്തുകൊണ്ടാണ് ഭിക്ഷാടനത്തിനായിട്ട് വരിക. പക്ഷേ ഈ മനുഷ്യനൊരു കവിത ചൊല്ലിക്കൊണ്ടാണ് വന്നത്. ആ കവിത ഇങ്ങനെയായിരുന്നു: ഇരു കണ്ണാലെ കാണുന്നൊരീ ജനം, ഇരു കണ്ണും കാണാത്തൊരീ മനം, കണ്ടു ചോദിക്കാനാവില്ലെന്നോർക്കണം, ജീവിക്കാൻ ആഗ്രഹം നൽകണം. ആ ഒരു കവിതാശകലം എൻ്റെ ഹൃദയത്തിൽ പതിച്ചു. ജീവിക്കാൻ ആഗ്രഹം നൽകണം. പലരും അദ്ദേഹത്തെ സഹായിക്കുന്നത് കണ്ടു, ഞാനും സഹായിച്ചു കേട്ടോ. ഈ കവിതാശകലം എൻ്റെ മനസ്സിൽ ഉടക്കി. ജീവിക്കാൻ ആഗ്രഹം നൽകണം. കണ്ണിൻ്റെ കാഴ്ച പോയാൽ ജീവിക്കാനുള്ള ആഗ്രഹം പോകും. മത്തായി സുവിശേഷത്തിൽ നമ്മൾ പ്രാരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. അന്ന് ആ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ഞാൻ അന്ധനെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിച്ചു. അന്ധൻ്റെ പ്രത്യേകതകൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, മുമ്പിലാര് എന്നറിയില്ല, പിറകിലാര് എന്നറിയില്ല, വശങ്ങളിലാര് എന്നറിയില്ല. അന്ധന് ആകെയുള്ള സത്യം അന്ധകാരം മാത്രമാണ്. അവൻ്റെ ജനനം മുതൽ അവൻ്റെ ജീവിത അവസാനം വരെ അവൻ്റെ മുമ്പിലുള്ള ഏക യാഥാർത്ഥ്യം അന്ധതയാണ്, ഇരുട്ടാണ്. അപ്പം അതൊരു ഭയാനകമായൊരവസ്ഥയാണ്. ഈ ഭയാനകമായൊരു തകർച്ച, ഈ തകർച്ചയുടെ വക്കിലാണ് ഈ മനുഷ്യൻ്റെ ഇരിപ്പ്. ഈ അന്ധത എന്ന് പറയുന്നത് ആത്മീയ അന്ധതയാവാം, ഈ അന്ധത എന്ന് പറയുന്നത് ധാർമ്മിക അന്ധതയാവാം, ഈ അന്ധത എന്ന് പറയുന്നത് മുമ്പോട്ട് ഒരു ചുവട് പോലും വെക്കാനാവാത്ത ജീവിത പ്രതിസന്ധികളോ തകർച്ചകളോ ആവാം. അങ്ങനെ പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണല്ലോ നമ്മളുമൊക്കെ. അതുകൊണ്ട് മുമ്പോട്ട് അവൻ്റെ യാത്ര വിഷമമായി അവൻ വഴിവക്കിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നസ്രായനായ യേശു കടന്നു വരുന്നത്. അവൻ ചോദിച്ചറിഞ്ഞു, ആരാണ് വരുന്നത്? അപ്പോൾ നസ്രായനായ യേശുവാണ് വരുന്നത് എന്നാണ് മർക്കോസ് വിശേഷകൻ പറയുക. ആൾക്കാർ അവനോട് പറഞ്ഞു കൊടുത്തു. ഞാൻ മുമ്പ് സൂചിപ്പിച്ച വചനം മർക്കോസ് വിശേഷം 10-ാം അധ്യായത്തിൻ്റെ 47-ാം തിരുവചനമാണ്. ആ 47-ാം തിരുവചനത്തിൻ്റെ പ്രത്യേകത എന്താ? ആ 47-ാം തിരുവചനം ഈ അന്ധൻ യേശുവിനെ വിളിക്കുകയാണ്. ആ വിളിയാണ് 47-ാം തിരുവചനം. ആ വിളി എന്താ? തൊട്ടു മുമ്പിലെ വചനം പറയുന്നു, നസ്രായനായ യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ. സുവിശേഷകൻ അവിടെ കർത്താവിനെ വിശേഷിപ്പിച്ചത് നസ്രായനായ യേശു എന്നാണ്. നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അന്ധൻ വിളിച്ചത് അങ്ങനെയല്ല. നസ്രായനായ യേശുവെ നല്ല വിളിച്ചത്. അന്ധൻ വിളിച്ചു, ഉച്ചത്തിൽ വിളിച്ചു, നിലവിളിച്ചു എന്ന് പറയുന്നു. ഉച്ചത്തിൽ വിളിച്ചത് എങ്ങനെയാണ്? ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഈ വചനത്തിന് മുമ്പിൽ ഈ അച്ഛൻ ഇരുന്ന് ധ്യാനിച്ചു കേട്ടോ. യേശുവേ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞാൽ പോരെ? യേശുവേ എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ പോരെ? പിന്നെ എന്തിനാണ് ഈ മൊത്തമുള്ള പ്രൊഫൈൽ അങ്ങനെ പറയുന്നത്? ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു പാഠം നൽകുന്ന ഒരു വചനമാണ്. ഒരു ഉദാഹരണം പറയാം. ഞാൻ നടന്നു പോകുമ്പോൾ പിറകിൽ നിന്ന് ഒരാൾ എന്നെ വിളിക്കുന്നു, ബെന്യച്ചാ. ഞാൻ തിരിഞ്ഞു നിൽക്കും. ആരോ എന്നെ വിളിച്ചിട്ടുണ്ട്, ആരാണ് എന്നറിയാനായിട്ട് ഞാൻ തിരിഞ്ഞു നിൽക്കും. പക്ഷേ ഞാൻ നടന്നു പോകുമ്പോൾ കണ്ണൂർ ജില്ലയിലെ
ആലക്കോടിനടുത്ത് പാത്തൻപാറ എന്ന ഗ്രാമത്തിലെ പുത്തന്നടയിൽ കുഞ്ഞുകുട്ടിച്ചേട്ടൻ്റെ മൂന്നാമത്തെ മകനായ ബെന്യച്ച എന്നാരെങ്കിലും വിളിച്ചാൽ ഞാൻ ഞെട്ടും. കാരണം രണ്ട് വിളിക്കും വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ വിളി കേൾക്കുമ്പോൾ എനിക്കറിയാം എന്നെ നല്ലോണം അറിയുന്ന ആരോ ഇതാ പിറകിലുണ്ട്. ഇതാണ് വിളിയുടെ പ്രത്യേകത. സത്യത്തിൽ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന വിളിക്ക് വലിയ അർത്ഥമുണ്ട്. കാരണം ക്രിസ്തുവിനെ പരിപൂർണമായ അറിഞ്ഞ ഒരാൾക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. പിതാവായ ദാവീദിന് സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജനനം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ അറിഞ്ഞ് രക്ഷകൻ ആരാണ്, ക്രിസ്തു ആരാണ്, എങ്ങനെ വരുന്നു, ഏത് ഗോത്രത്തിൽ നിന്നാണ് വരിക എന്നൊക്കെ അറിയുന്ന വ്യക്തിക്ക് മാത്രമേ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാനോ വിളിക്കാനോ പറ്റുകയുള്ളൂ. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ള ഒരു വിളിയുടെ മുമ്പിലാണ് ക്രിസ്തു നിൽക്കുന്നത്. യേശുവിനെ അറിയണം, അവൻ ആരാണെന്നറിയണം. അവനെ പരിപൂർണമായി അറിഞ്ഞു കഴിയുമ്പോഴാണ് ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ പരിപൂർണമായും ഫലദായകമാകുന്നത്. ക്രിസ്തുവിനെ അറിയുന്നവൻ്റെ മുമ്പിൽ അവൻ സ്വയം വെളിപ്പെടുത്തി കൊടുക്കും. ക്രിസ്തു നിന്നു, എന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കാൻ പറഞ്ഞു. അന്ധനെ അവർ വിളിച്ചു. അന്ധനെ അവർ ചെന്ന് വിളിച്ചത് യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞു ധൈര്യമായിരിക്കുക എന്നാണ്. രണ്ടാമത് പറഞ്ഞത് എണീൽക്കുക എന്നാണ്. മൂന്നാമത് പറഞ്ഞത് യേശു നിന്നെ വിളിക്കുന്നു എന്നാണ്. രണ്ടാമത് പറഞ്ഞ് എണീൽക്കുക എന്നതാണ്. എന്താണ് ഈ എണീൽപ്പ്? ഈ എണീൽപ്പാണ് സത്യത്തിൽ മാനസാന്തരം. മുമ്പ് ഞാൻ സൂചിപ്പിച്ചുവല്ലോ, പുതിയ നിയമത്തിൻ്റെ ആമുഖത്തിലൊക്കെ ആദ്യമേ അവതരിപ്പിക്കുന്ന മാനസാന്തരപ്പെടുക എന്നതാണ്. ആ വാക്ക് മെറ്റനോയിയ എന്ന വാക്കിൽ നിന്നാണ് മലയാളത്തിലേക്ക് മാനസാന്തരം വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മെറ്റനോയിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് പരിപൂർണമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ജീവിതത്തിൻ്റെ നവീകരണം ആണ് ആ വാക്കിൻ്റെ അർത്ഥം വരിക. പരിപൂർണമായിട്ടുള്ള ഒരു മാറ്റം, ഒരു നവീകരണം. സത്യത്തിൽ ഇന്ന് ലോകത്തിന് മുഴുവനും വേണ്ടത് പരിപൂർണമായിട്ടുള്ള ഒരു നവീകരണമാണ്. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഒരു തിങ്കളാഴ്ച ധ്യാനത്തിനിടയിൽ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ചതിന് ശേഷം ഈ അച്ഛൻ ഓഫീസിൽ ചെന്നിരിക്കുകയാണ്. എൻ്റെ പിന്നാലെ ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ടായിരുന്നു. ധ്യാനിക്കുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛാ ഞാൻ ഉള്ളിലേക്ക് വരട്ടെ? ഞാൻ പറഞ്ഞു വന്നോളൂ. അദ്ദേഹം എൻ്റെ മുമ്പിലിരുന്നു. ഞാൻ ചോദിച്ചു, ധ്യാനം നടക്കുകയാണല്ലോ, അപ്പം എന്താണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ തിരികെ പോയിക്കോളാം. ഞാൻ ചോദിച്ചു, എന്താണ് പറയാനുള്ളത്? ഉടനെ ആ മനുഷ്യൻ എന്നോട് അത്ഭുതകരമായ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ അച്ഛൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ? ഞാനാകെ അമ്പരന്ന് പോയി. വിശ്വാസത്തെക്കുറിച്ച് ധ്യാനിപ്പിച്ചിട്ട് വരുന്ന എന്നോട് ധ്യാനം കൂടുന്ന ആൾ ചോദിക്കുകയാണ്, ഞാൻ അച്ഛൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ? ഞാൻ പറഞ്ഞു, വർദ്ധിപ്പിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എന്നെ ശ്രദ്ധിക്കണം. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ടവലെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് കെട്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ മർക്കോസ് വിശേഷം എടുത്തു വയ്ക്കാവോ? ഞാൻ മറിച്ചു വന്നപ്പോൾ ആദ്യം ലൂക്കാസ് വിശേഷമാണ് കിട്ടിയത്. അദ്ദേഹം അത് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ലൂക്കായാണ് കിട്ടിയതെങ്കിൽ അച്ഛൻ ലൂക്കാസ് വിശേഷം. എന്നിട്ട് അച്ഛൻ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ അച്ഛൻ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഈ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യൻ, കണ്ണ് കെട്ടിയിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹം ലൂക്കാസ് വിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ മലയാളം ബൈബിളിലെ പ്രതിപാദിച്ചിരിക്കുന്ന അതേ സെൻറ്റൻസ് അക്ഷരസ്ഫുടതയോടെ ഒരു തെറ്റുമില്ലാതെ ഇങ്ങനെ ബൈഹാർട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരധ്യായം മുഴുവൻ അദ്ദേഹം പറഞ്ഞു തീർത്തപ്പോൾ എനിക്ക് അമ്പരപ്പായി. അദ്ദേഹം എന്നോട് പറഞ്ഞത് മർക്കോസ് വിശേഷം എടുത്തു വയ്ക്കാനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ലൂക്കാസ് വിശേഷവും മർക്കോസ് വിശേഷവും അദ്ദേഹത്തിന് കാണാപ്പാടമാണ്, ബൈഹാർട്ടാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു, എൻ്റെ വിശ്വാസം വർദ്ധിച്ചു, മതി. അദ്ദേഹം ടവല് അഴിച്ചു.
ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അദ്ദേഹം എന്നോട് ഒരു പേര് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു പേരായിരുന്നു അത്. ഇതുപോലെ മലയാളം ബൈബിളിലെ വചനങ്ങൾ അധ്യായങ്ങളും സ്ഫുടതയോടും തെറ്റില്ലാതെ ബൈഹാർട്ട് പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതാനുഭവം പറഞ്ഞു. ഒരു പക്ഷേ എവിടെയെങ്കിലും ഇരുന്ന് അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടാവാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് നല്ല ശമ്പളമുണ്ട്. പക്ഷെ ഞാൻ നന്നായി മദ്യപിക്കുമായിരുന്നു. എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇങ്ങനെ മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് വിവാഹം നടക്കാൻ സാധ്യതയില്ല, പെൺകുട്ടിയെ വധുവായി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് മദ്യപാനം നിർത്തി നാട്ടിലെത്തി. നല്ലൊരു പെൺകുട്ടിയെ കണ്ടു. അവൾ മിടുക്കിയ ഒരു കുട്ടിയാണ്. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്തോ ഒരു കള്ളത്തരുണ്ടല്ലോ. ഒന്നുമില്ല, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്താ. ഇപ്പോഴെന്ത് പറ്റി അതൊക്കെ ഓർക്കാൻ? നടക്കുന്ന ആളെ കണ്ടു, നല്ല ഫിറ്റാ. ഞാനൊരു കാര്യം പറയട്ടെ? ഒരു സത്യമുണ്ട് മോളെ, നീ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇതിലും അധപതിച്ചു പോയേനെ. എന്തിനിപ്പോ അതൊക്കെ ചിന്തിക്കുന്നേ? ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയനായിരുന്നു ഞാൻ. ഏയ്, നല്ലൊരു ദിവസത്തിന് മൂട് വെറുതെ സെന്റ് അടിച്ച് കളയല്ലേ. നമുക്ക് കുറച്ച് നടന്നാലോ? ചേട്ടായി, തെറ്റു പറ്റാത്തവരായിട്ട് ആരും ഇല്ലെന്നേ. എന്നാൽ ആ തെറ്റു മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാകുമ്പോഴാ നമ്മളൊക്കെ മനുഷ്യരായി തീരുന്നത്. മോൾ ഓർക്കുന്നുണ്ടോ മോളെ ഞാൻ പെണ്ണ് കാണാവുന്ന ദിവസം? അല്ല, പെണ്ണിനെ കണ്ടില്ലല്ലോ. നീ ഒന്ന് പിടയ്ക്കാതിരിക്കേ, അവളിപ്പോ വരും. എന്താ ഒരു രഹസ്യം പറച്ചില്? അല്ല, ഇവനധികം ലീവില്ല, അത് പറയായിരുന്നു. നിങ്ങൾ നാട്ടിലെവിടെയാ? ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് വന്നവരാ. വടക്കേത്തലക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. നിങ്ങൾ രണ്ട് പിള്ളേരാ? അതെ. മോന് ഗൾഫിൽ എന്നാ ജോലി? ബിസിനസ്സാ. അല്ല, പെണ്ണിനെ കണ്ടില്ലല്ലോ. വർത്താനം പറഞ്ഞത് ഞാനാ മറന്നു. മോളെ, നിങ്ങൾ ചായ കുടിക്കേ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. സംസാരിക്കാം. അതെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് 2 മാസം ലീവേ ഉള്ളൂ. എപ്പോൾ കല്യാണം നടത്താൻ പറ്റും? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ ഇഷ്ടമായില്ലല്ലേ? സോറി കേട്ടോ. ഏയ്, അതൊന്നുമല്ല. എനിക്കിഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ എന്നെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്. ദാ, ഇത് കണ്ടോ? ഇത് ജീസസിന്റെ ഫോട്ടോ അല്ലേ? ക്രിസ്ത്യാനികളുടെ ദൈവം. നിനക്ക് എന്തിനത്? ജീസസ് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, എല്ലാ മനുഷ്യരുടെയും ദൈവമാണ്. ഞാൻ ആ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാ ഈ ഫോട്ടോ കൊണ്ട് നടക്കുന്നത്. എൻ്റെ എല്ലാം ഈ ദൈവമാണ്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാലും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനുള്ള അനുവാദം എനിക്ക് വേണം. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ചേട്ടായിക്ക് എന്താ പറ്റി? സത്യം പറയാലോ മോളെ, കല്യാണത്തിന് മുമ്പ് ഞാൻ നല്ല കുടിയനായിരുന്നു. കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നു കുറച്ചു കാലം ഞാൻ കുടി നിർത്തിയത്. എന്തായാലും എന്നെ കുറെ വെള്ളം കുടിപ്പിച്ചു. അതൊക്കെ വിട്.
പക്ഷെ ആ ഒരു ദിവസം അത് ഓർക്കുമ്പോൾ ഇപ്പോഴൊരു ഭയ. നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഈ മനുഷ്യനെ നീ മദ്യപിക്കരുത്. ഹോ. എടിയേ, ഒന്ന് വേഗം വന്നേ, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എന്നതാ? ആ എന്ത് പറ്റി? എനിക്കത് കുടിക്കാൻ പറ്റുന്നില്ലടി. അതെ, എന്റെ ദൈവം ശക്തിയുള്ളവനാ. ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അതിന്റെ വ്യക്തമായ തെളിവ് അത്. അതെ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കൂടെയാ ഞാനും. അതെ, നമ്മള് കൊറേ നേരം ഇവിടെ വന്നിട്ട് റിവൈൻഡ് ചെയ്തിരുന്നാ മതിയോ? പോവണ്ടേ നമുക്ക്? പോണം. ജീവിതാവസാനം വരെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ നീങ്ങണം. ഈ കാറ്റിന്റെ തഴുകലും കടലിന്റെ ഇരുമ്പലും നമുക്ക് വേണ്ടിയുള്ളതാണ്. റൊമാൻസായി തുടങ്ങി. ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചു. ആ കുട്ടി പറഞ്ഞു, എനിക്ക് നിങ്ങളുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ തടസ്സമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു വ്യവസ്ഥ വയ്ക്കാനുണ്ട്. എന്താണ് വ്യവസ്ഥ? ഞാൻ ആരാധിക്കുന്നത് എൻ്റെ ദൈവം ജീസസ് ആണ്. അതുകൊണ്ട് ജീസസിൻ്റെ ഒരു രൂപം, ഒരു പിക്ചർ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയതാണ്. അത് വെച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം ജീസസ് ആണ്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ആ രൂപം കൊണ്ടുപോകും. എവിടെ ചെന്നാൽ ആ രൂപത്തിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾക്കതിന് തടസ്സമാണെങ്കിൽ വിവാഹാലോചനയായിട്ട് മുമ്പോട്ട് പോകണ്ട. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് തടസ്സമില്ല, നിനക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെ നീ ആരാധിച്ചു. അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു. ഇനി ഒന്നും ഭയപ്പെടേണ്ടതില്ല. ജോലിയുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ മദ്യപിക്കാൻ തുടങ്ങി. വീണ്ടും മദ്യപാനം, അത് കൊടിയ മദ്യപാനം. ഈ ഭാര്യയാകട്ടെ കണ്ണീരോടെ എന്ന് ഈ മനുഷ്യൻ്റെ കാലു പിടിക്കും, ഉപദേശിക്കും, സ്നേഹിക്കും, കൂട്ടുകൂടും, വഴക്കുണ്ടാക്കും, പിണങ്ങും, പ്രാർത്ഥിക്കും. ഈ മനുഷ്യനെ മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാനായിട്ട് ആ പെൺകുട്ടിക്ക് ബുദ്ധിയിൽ വെളിവാക്കി കിട്ടി ഓരോ കാര്യങ്ങളും വളരെ ത്യാഗത്തോടെ ആ ഭാര്യയായ പെൺകുട്ടി ചെയ്തിട്ടും ഈ മനുഷ്യന് ഒരു മാനസാന്തരമില്ല. ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് വാണിംഗ് കിട്ടി, ഇനി നിങ്ങൾ മദ്യപിച്ചാൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടും. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. പക്ഷെ മദ്യത്തിന് അഡിക്റ്റായി പോയ ആ മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് സങ്കടമില്ല. ശേഖരിച്ച പണം ബാങ്കിലുണ്ട്, ഒപ്പം തന്നെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. അതുകൊണ്ട് പണത്തിന് മുട്ടില്ല, സുഖകരമായി മദ്യപിച്ച് ജീവിക്കാം. ഭാര്യ എന്നും ജീസസിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും.
ജീസസിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ മദ്യപിക്കാനുള്ള ഒരുക്കങ്ങളായിരുന്നു. ഗ്ലാസ് കൂട്ടിമുട്ടുന്നത് ഒച്ച കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ മദ്യക്കുപ്പിയായിട്ട് നിൽക്കുക. അവിടെ മുഖഭാവം അങ്ങ് മാറി, അവിടെ കണ്ണങ്ങ് നിറഞ്ഞു, അവിടെ ചുണ്ട് വിതുമ്പി. ആ ഒരു മുഖഭാവം പിന്നീട് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ജീസസിനെ ആ രൂപത്തിലേക്ക് അവൾ നോക്കുന്നത് കണ്ടു. എന്നിട്ട് ആ രൂപത്തോട് അവൾ പറയുന്നത് ഞാൻ കേട്ടു, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഈ മനുഷ്യൻ ഇനി മദ്യപിക്കരുത്. ഇത്രയും വളരെ സങ്കടത്തോടെ തൊണ്ടയിടറി ആ രൂപത്തിന് മുമ്പിൽ നോക്കി പറഞ്ഞിട്ട് കത്തിച്ചു വെച്ചിരുന്ന കാൻഡിൽ അത് ഊതിക്കെടുത്തി അവൾ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. ഞാനത് ശ്രദ്ധിച്ചേ ഇല്ല അച്ഛാ. അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മദ്യപിക്കാൻ ആരംഭിച്ചു. ഗ്ലാസ്സിലേക്ക് മദ്യമൊഴിച്ചു. ചുണ്ടോട് അടുപ്പിക്കാൻ നോക്കുമ്പോൾ ഇത് അടുത്തേക്ക് വരുന്നില്ല. ഞാൻ വീണ്ടും ബലമായിട്ട് ഈ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിക്കുന്നത് വരുന്നില്ല. ഞാൻ അത്ര ബലത്തോടു കൂടി ഈ ഗ്ലാസ് എൻ്റെ ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ ഞാൻ പുറകോട്ട് പോവുക. അങ്ങനെ ഇനി മുമ്പോട്ട് പോയേക്കാന്ന് വിചാരിച്ച് ഞാൻ ചുണ്ടുമായിട്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇത് മുമ്പോട്ട് പോവുക. മുമ്പോട്ടും പുറകോട്ടും കുറേ നേരം. അവസാനം ഇതെനിക്ക് കഴിക്കാൻ പറ്റിയില്ല. എന്തോ ഒരു ശക്തി എൻ്റെ കരങ്ങൾക്ക് വിലങ്ങിട്ടു എന്നെനിക്ക് മനസ്സിലായി. ഭാര്യയെ വിളിച്ചു, എന്ത് ചെയ്തിട്ടാണ് നീ പോയത്? എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ അവിടെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ പറഞ്ഞല്ലോ ആ രൂപത്തെ നോക്കി നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ നീ കുടിക്കരുതെന്ന്. എന്നാൽ ഈ ജീസസ് ജീവിക്കുന്ന ജീസസ് ആണോ എന്ന് ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. അങ്ങനെയാണച്ചാ എൻ്റെ ഒരു മാനസാന്തരം ആരംഭിക്കുന്നത്. ഒരു ബൈബിൾ വാങ്ങി ഞാൻ വായനയും പഠനവും തുടങ്ങി. ഏതാനും ധ്യാനകേന്ദ്രങ്ങൾ ധ്യാനത്തിനിരുന്നു. ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞു. ഞാനും ഭാര്യയും മാനസാന്തരപ്പെട്ട് ഇത്രയും വളരെ തീക്ഷ്ണതയോടെ ആ മനുഷ്യൻ പറയുകയാണ് എന്നോട്. ഈ മനുഷ്യൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. എന്താണെന്നറിയാവോ? ആ മനുഷ്യൻ്റെ മുമ്പ് നിൽക്കുന്ന ഈ ധ്യാനഗുരുവിൻ്റെ വിശ്വാസത്തെയും ബോധ്യത്തെയും ആഴപ്പെടുത്താനും അതുപോലെ തന്നെ മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് ഈ അച്ഛനെ എത്തിക്കാനുമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ വചനവേളയിൽ ഞാൻ ഈ അനുഭവം പറഞ്ഞത് ഒരു വ്യക്തിയുടെ മാനസാന്തരത്തെക്കുറിച്ചാണ്. അദ്ദേഹം മാനസാന്തരപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം രക്ഷപ്പെടുക മാത്രമല്ല ചെയ്തത്, ഒരു ലോകത്തിന് തന്നെ വലിയ ഒരു മാറ്റത്തിന് ഈ മനുഷ്യനെ ദൈവം കാരണമാക്കിയെടുത്തു. അദ്ദേഹം ഇന്നൊരു ധ്യാനഗുരുവാണ്. ഹൈന്ദവനായിരുന്ന സഹോദരൻ ക്രിസ്ത്യാനിയായി സ്വന്തം ഇഷ്ടത്താൽ. എന്നിട്ട് ആ സത്യത്തെ അറിഞ്ഞ ആ മനുഷ്യൻ ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ ക്രിസ്തുവിനെ ജീവൻ കൊടുത്ത് സന്തോഷത്തോടും ബോധ്യത്തോടും അനുഭവത്തോടും കൂടി അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആ മാനസാന്തരത്തിലൂടെ വർണ്ണനാതീതമായ അനുഗ്രഹങ്ങളും കരുത്തും സൗഖ്യവുമാണ് ലോകത്ത് ഇന്ന് കരഗതമാകുന്നത്. നമുക്ക് ഓർക്കാം, സാവൂള് പൗലോസായില്ലേ? പൗലോസ് അപ്പോസ്തലൻ്റെ മാനസാന്തരം ക്രൈസ്തവ സഭയുടെ മുഖച്ഛായ തന്നെ മാറ്റി എന്ന് നമുക്കറിയാം. പത്രോസ്ലീഹയുടെ മാനസാന്തരം അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. അസീസിയുടെ മാനസാന്തരം അത്ഭുതങ്ങൾ സംഭവിച്ചു. ഫ്രാൻസിസ് സേവ്യറുടെ മാനസാന്തരം അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടവരുത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഏതൊരു മാനസാന്തരവും അത്ഭുതമാണ്. അതുകൊണ്ട് മാനസാന്തരത്തിലേക്ക് നമ്മളും വരണം. നമുക്കും മാനസാന്തരപ്പെടാനുണ്ട്. എന്താണ് ഈ മാനസാന്തരം? സത്യത്തിൽ മാനസാന്തരം ഇതാണ്, നമ്മളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവാണത്. നമ്മൾ ദൈവത്തോടൊത്തായിരുന്നതാ. നിഷ്കളങ്കമായ ആത്മാവ് ശരീരവും നൽകി മാലാക കുഞ്ഞായി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ വിശുദ്ധിയിൽ ഈ ഭൂമുഖത്തേക്ക് ജന്മമെടുത്തെങ്കിൽ ആ വിശുദ്ധി തുടരാനായിട്ടും വിശുദ്ധി ജീവിക്കാനായിട്ടുള്ള വിളിയാണ് നമ്മുടേത്. അതാണ് നമ്മുടെ മഹത്വം. അത് തിരിച്ചറിയുകയാണ്. ഞാൻ ആയിരിക്കേണ്ടതല്ല ആയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് മാനസാന്തരം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ പറ്റില്ല, നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവിന്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എനിക്ക് പ്രകാശം നൽകണമേ, അന്ധത മാറ്റണമേ. ഞാൻ ആരാണ്? ഞാൻ എങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയാണ്? എൻ്റെ മഹത്വം എന്താണ്? എന്നിലൂടെ എന്ത് നന്മകളാണ് ഈ ഭൂമുഖത്ത് സംഭവിക്കേണ്ടത്? എത്രമാത്രം വിശുദ്ധ ജീവിതത്തിലേക്ക് ഞാൻ എത്തേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക്, മാനസാന്തരത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുവാനായിട്ട് ആത്മാവായ ദൈവമേ ഞങ്ങൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ നാളുകളിൽ നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടെ ഒരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു.